അന്ധനായ ആ മനുഷ്യനെ ഒന്നിനും ഉപകരിക്കില്ലെന്ന് പലരും മുദ്രകുത്തി. ഒരു ജോലി നൽകാൻ പലരും വിസമ്മതിച്ചു. ഇന്ന് 350 കോടി രൂപയുടെ ഒരു ബിസിനസ് അദ്ദേഹം വിജയകരമായി നടത്തുന്നു. ഭവേഷ് ഭാട്ടിയുടെ ജീവിതം തീർച്ചയായും പ്രചോദനകരമാണ്. 23-ാം വയസ്സിലാണ് ഭവേഷിന്റെ കണ്ണുകളിലും ജീവിതത്തിലും ഇരുട്ട് നിറയുന്നത്. മാതാവ് ക്യാൻസറുമായി പൊരുതുകയായിരുന്നു. അപ്പോൾ ഒരു ഗസ്റ്റ് ഹൗസിലെ കെയർടേക്കറായിരുന്ന പിതാവിന്റെ വരുമാനമായിരുന്നു പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചത്. ജോലി നേടാനുള്ള ഭവേഷിന്റെ ശ്രമത്തിന് എല്ലായിടത്തു നിന്നും തിരിച്ചടിയാണ് ലഭിച്ചത്. നിരാശനായില്ല അദ്ദേഹം. മെഴുകുകൊണ്ട് ദീപങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങി. ഓരോ രൂപയും ചേർത്ത് വെച്ച് വിലയേറിയ ഏതാനും അച്ചുകളും 5 കിലോ മെഴുകും വാങ്ങാൻ പണം കണ്ടെത്തി. കൈവിരലുകൾ മെഴുകിന്റെ ചൂടേറ്റ് കൊള്ളുമ്പോഴും ദീപങ്ങൾ പിറന്നു. ബാങ്കുകൾ വായ്പ നിഷേധിച്ചെങ്കിലും സർക്കാരിൽ നിന്ന് 15,000 രൂപയുടെ വായ്പ തരപ്പെട്ടു. അങ്ങനെ സൺറൈസ് കാൻഡിൽസ് എന്ന ബ്രാൻഡ് 1994-ൽ പിറന്നു. 20 ടൺ മെഴുകുകൊണ്ടായിരുന്നു തുടക്കം. ഇന്നത് 200 ടണ്ണിലേക്ക് വളർന്നിരിക്കുന്നു. 11,000-ഓളം ഡിസൈനുകൾ, 67 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി. ഭിന്നശേഷിക്കാരായ 2,000-ലേറെ ആളുകൾക്ക് അദ്ദേഹം തൊഴിൽ നൽകുന്നു. 10,000-ലേറെ ഭിന്നശേഷിക്കാരായ ആളുകൾ കാൻഡിൽ നിർമ്മാണത്തിൽ അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം നേടിയിരിക്കുന്നു. 3 തവണ രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഭവേഷ് 100-ലേറെ മെഡലുകൾ നേടിയിട്ടുള്ള പാരാലിമ്പിക് അത്ലറ്റുമാണ്. കാഴ്ചയില്ലെങ്കിൽ എന്താ, താൻ നിർമ്മിച്ച കാൻഡിലുകൾ ലോകത്തിനാകെ വെളിച്ചം പകരുന്നുണ്ടല്ലോ എന്ന് ഭവേഷ് പറയുമ്പോൾ ആത്മവിശ്വാസം ആ വാക്കുകളിൽ തുടിക്കുന്നു. സഹാനുഭൂതിയിലല്ല, ഗുണമേന്മയിലാണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് കെട്ടിപ്പടുത്തിരിക്കുന്നത്.